നമസ്കാരം, ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ഫിറോസ്. പ്രധാന വാർത്തകൾ. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമായി 4 ഭാഷകളിൽ ഇനി ബോധവൽക്കരണ സന്ദേശവും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാൻ ആലപ്പുഴ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള വലിയ മുന്നേറ്റമാണെന്ന് H. സലാം MLA അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 15 നടക്കുന്ന വിജ്ഞാൻ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. നാട്ടിലൊരു കൂട്ടായ്മ വീട്ടിലൊരു പരിചാരകൻ എന്ന സന്ദേശവുമായി കിടപ്പ് രോഗികളെ ചികിത്സിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. 15 വർഷം മുമ്പ് നടപ്പിലാക്കിയ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി G. സുധാകരൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കയറ്റിറക്ക് തൊഴിൽ സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യവുമായി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന പ്രചാരണ ജാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITUവിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ ഓഫീസുകളിലേക്ക് നടത്തുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും ഭാഗമായിട്ടാണ് ആലപ്പുഴയിലും പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ആലപ്പുഴ കണ്ണൻവർക്കി പാലത്തിന് സമീപം പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് കൂട്ടായി ബഷീർ ഉദ്ഘാടനം ചെയ്തു. എന്ന് പറയുന്ന ഒരു സംവിധാനം, ആ ശ്രമം ഇപ്പൊ എവിടെ എത്തി എന്നുള്ളത് ഒരാൾക്കും അറിയില്ല, കേന്ദ്ര ഗവൺമെന്റിനും അറിയില്ല. കേന്ദ്ര ഗവൺമെന്റ് വേറെ ചില പണിയിലാണെന്നുള്ളത് കൊണ്ട് ഇത്തരം പണിയൊന്നും അവർക്കില്ല. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളിയുടെ കണക്കുമില്ല. ഇന്ത്യയിലാകെ എത്ര മത്സ്യത്തൊഴിലാളി ഉണ്ട്? ആരോട് ചോദിക്കാൻ നമ്മൾ? 47 സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരു മത്സ്യത്തൊഴിലാളി വകുപ്പ് ഇന്ത്യ രാജ്യത്ത് ഉണ്ടാകുന്നത് എപ്പോഴാണ്? അടുത്ത സമയത്താണ്. അതിനൊരു ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിയുണ്ടോ? അതില്ല. ഏതൊരാൾക്ക് ചുമതലയുണ്ട്. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരാൾക്ക് സഹമന്ത്രി സ്ഥാനമുണ്ട്. കോട്ടയത്തുള്ള ജോർജ് കുര്യൻ എന്ന് പറയുന്ന ആള് സഹമന്ത്രിയാണ്. ഇപ്പോഴാണ് ഇത് ചെറുതായിട്ടെങ്കിലും നമുക്ക് കാണാൻ ഒക്കുന്നത്. ഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് PI ഹാരിസ് ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C. ഷാംജി, C. രത്നകുമാർ, വിനോദ് കുമാർ, ഷാനവാസ്, PP പവനൻ, ഷീന സജി എന്നിവർ സംസാരിച്ചു. കടലിൽ ഖനനം നടത്തുന്നതോടെ മത്സ്യസമ്പത്തും ജൈവ വൈവിധ്യങ്ങളും തകർച്ചയിലാകുമെന്നും മത്സ്യങ്ങൾ കൂട്ടത്തോടെ തീരം വിട്ടുപോകാൻ ഇതിടയാക്കുമെന്നും മാർച്ചിലും ധർണയിലും ചൂണ്ടിക്കാട്ടി. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായും മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമായി 4 ഭാഷകളിൽ ഇനി ബോധവൽക്കരണ സന്ദേശവും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. നഗരസഭാ അധ്യക്ഷ KK ജയമ്മ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായും ഹൗസ് ബോട്ടുകൾ, മോട്ടോർ ബോട്ടുകൾ, ഷിക്കാര വള്ളങ്ങൾ എന്നിവയിൽ നിന്നുണ്ടാകുന്ന മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് വിവിധ ഭാഷകളിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി സ്ഥാപിച്ച പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. ആലപ്പുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ പുന്നമട ഫിനിഷിംഗ് പോയിന്റിൽ സ്ഥാപിച്ച പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ അധ്യക്ഷ KK ജയമ്മ നിർവഹിച്ചു. വേമ്പനാട് കായലിനെ സംരക്ഷിക്കണമെന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇത്തരത്തില് ഒരു പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം നമ്മൾ പ്രോഗ്രാം എന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ പദ്ധതിയായി തന്നെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ത്യയുടെ ഭൂപടത്തിൽ തന്നെ പേര് കേട്ടു നിൽക്കുന്ന ഒന്നായി നമ്മുടെ ആലപ്പുഴ മാറിയിരിക്കുന്ന സാഹചര്യമാണ്. അതിലെ ഏറ്റവും ലോകത്ത് തന്നെ അറിയപ്പെടുന്ന ഒന്നായി നമ്മുടെ പുന്നമട
ബോട്ട് റേസ് അടക്കം നെഹ്റു ട്രോഫി ബോട്ട് റേസ് അടക്കം മാറി നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ഫിനിഷിംഗ് പോയിന്റ് പ്രദേശം. വേമ്പനാട് കായൽ എന്ന് പറയുന്നത് ഒരു ആലപ്പുഴ നഗരസഭയുടെ ചുറ്റുവട്ടത്ത് മാത്രമുള്ളതല്ല. പല ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് വേമ്പനാട് കായലിന്റെ ഓരോ ശാഖകളും. അതിനെ മാലിന്യമുക്തമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ പേരും പങ്കാളികളാകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഫിനിഷിംഗ് പോയിന്റിൽ പവലിന്റെ വടക്ക് തെക്ക് ഭാഗത്തേക്കുമായി 5.5 മീറ്റർ ഉയരത്തിൽ 13 പോളുകൾ 50 മീറ്റർ അകലത്തിൽ സ്ഥാപിച്ചാണ് പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിന്റെ പ്രവർത്തനം സജ്ജമാക്കിയിരിക്കുന്നത്. ഇതിലൂടെ ദിവസവും പകൽ സമയങ്ങളിൽ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി ഭാഷകളിലുള്ള ബോധവൽക്കരണ സന്ദേശങ്ങളാകും ഇവിടേക്കെത്തുന്ന സഞ്ചാരികൾക്ക് നൽകുക. പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം കൂടാതെ വേമ്പനാട് കായലിന്റെ ഭംഗി ആസ്വദിക്കാനെത്തുന്ന സ്വദേശികളും വിദേശികളുമായ വിനോദസഞ്ചാരികൾക്ക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി എല്ലാ പോളുകളിലും ശുചിത്വ സന്ദേശ ബോർഡുകളും മാലിന്യം തരംതിരിച്ച് സൂക്ഷിക്കുന്നതിനുള്ള ബിന്നുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഹൗസ് ബോട്ടുകളിലും മോട്ടോർ ബോട്ടുകളിലും മാലിന്യം തരംതിരിച്ച് നിക്ഷേപിക്കുന്നതിനുള്ള ബിന്നുകൾ സ്ഥാപിക്കുന്നതിന് ഹൗസ് ബോട്ട്, മോട്ടോർ ബോട്ട് ഓണേഴ്സിന് നിർദ്ദേശവും നഗരസഭാ അധികൃതർ നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായുള്ള മെഗാ ശുചീകരണ ക്യാമ്പയിൻ ഈ മാസം 18-ന് തുടക്കം കുറിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ആലപ്പുഴ നഗരസഭ 12.4 ലക്ഷം രൂപ വകയിരുത്തി പദ്ധതി നടപ്പിലാക്കിയത്. മുന്നറിയിപ്പിനൊപ്പം പ്രമുഖരുടെ സന്ദേശങ്ങൾ, ദുരന്ത നിവാരണ മുന്നറിയിപ്പുകൾ, പൊതു അറിയിപ്പുകൾ എന്നിവ കൂടി നൽകുന്നതിനുള്ള സംവിധാനവും പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ MR പ്രേം ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷരായ R വിനീത, നസീർ പുന്നക്കൽ, നഗരസഭാ കൗൺസിലർമാർ, ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ KG ബാബു, മാലിന്യമുക്ത നവകേരളം ജില്ലാ നോഡൽ ഓഫീസർ KS ഷിബു, നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ KS രാജേഷ്, DTPC സെക്രട്ടറി KG അജേഷ്, ഡെപ്യൂട്ടി ടൂറിസം ഡയറക്ടർ MS നസീമ, ക്ലീൻ സിറ്റി മാനേജർ KP വർഗീസ്, നോഡൽ ഓഫീസർ C ജയകുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ മനോജ്, ശ്യാം, ജിഷ, ശങ്കർമണി, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എഞ്ചിനീയർ മിസ് മേരി, ഹൗസ് ബോട്ട്, മോട്ടോർ ബോട്ട്, ഷിക്കാര വള്ളങ്ങളുടെ ഭാരവാഹികൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് സ്റ്റാർ ന്യൂസ്, ആലപ്പുഴ. വിജ്ഞാൻ ആലപ്പുഴ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള വലിയ മുന്നേറ്റമാണെന്ന് H. സലാം MLA അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 15-ന് നടക്കുന്ന വിജ്ഞാൻ ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിജ്ഞാൻ ആലപ്പുഴ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള വലിയ മുന്നേറ്റമാണെന്ന് H. സലാം MLA പറഞ്ഞു. ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഫെബ്രുവരി 15-ന് സംഘടിപ്പിക്കുന്ന വിജ്ഞാൻ ആലപ്പുഴ മെഗാ തൊഴിൽ മേളയുടെ സംഘാടക സമിതി രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ മുന്നിൽ ഇത്തരം ജനകീയ സ്വഭാവമുള്ള പദ്ധതികളെ കുറിച്ച് നോക്കിയാൽ ഈ പറഞ്ഞ മാതിരിയുള്ള ധാരാളം സ്കീമുകൾ നമ്മുടെ മുന്നിലേക്ക്, കേരളത്തിന് മുന്നിലേക്ക് മുന്നോട്ട് വെച്ച ഒരു ജില്ലയാണ് നമ്മുടെ ജില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് വിജ്ഞാന കേരളം എന്ന ഒരു ബൃഹത്തായ പദ്ധതി, അതിന്റെ പദ്ധതി രൂപീകരണത്തിന് ആദ്യഘട്ടമൊക്കെ നേരത്തെ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ താഴെ തട്ടിലേക്ക്, ഗ്രൗണ്ടിലേക്ക് ആ പ്രൊജക്ട് കടന്നു വരുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിർണ്ണയിക്കപ്പെട്ട് വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിന് മുൻപ് തന്നെ നമുക്ക് വിജ്ഞാന ആലപ്പുഴ എന്നൊരു പദ്ധതി ആവിഷ്കരിക്കാനും നടപ്പാക്കാനും നിശ്ചയമായിട്ടും കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ അഭിമാനകരമായിട്ടൊരു കാര്യമാണ്. അത്തരം ഒരു പദ്ധതിക്ക് മുൻകൈയെടുത്ത് നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാന തലത്തിലെ മിഷനും ADSKന്റെ ഒപ്പം നമ്മുടെ ജില്ലയിൽ നേതൃത്വം കൊടുക്കാൻ മുൻകൈയെടുക്കുന്ന ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിന് വിജ്ഞാന കേരളം പദ്ധതിക്ക് ആലപ്പുഴയിൽ മെഗാ തൊഴിൽ മേളയിലൂടെ തുടക്കം കുറിക്കാനാവുന്നത് അഭിമാനകരമാണ്. സംസ്ഥാനത്തെ മാതൃകാപരമായ പല പദ്ധതികൾക്കും തുടക്കമായത് ആലപ്പുഴയിലാണ്. ആലപ്പുഴ നഗരത്തിൽ ആരംഭിച്ച അയൽക്കൂട്ടമാണ് പിന്നീട് കുടുംബശ്രീ എന്ന മഹാപ്രസ്ഥാനമായി വളർന്നത്. ശുചീകരണ മേഖലയിലെ പദ്ധതികൾ, കഞ്ഞിക്കുഴിയിലെ ജനകീയ പച്ചക്കറി കൃഷി തുടങ്ങിയവയൊക്കെ നമുക്ക് മുന്നിലുള്ള മറ്റ് ഉദാഹരണങ്ങളാണ്. സംസ്ഥാനത്തെ തൊഴിലില്ലായ്മ അഭിമുഖീകരിക്കാൻ സംസ്ഥാനത്തെ സർക്കാർ ആവിഷ്കരിച്ച ബൃഹത്തായ പദ്ധതിയാണ് വിജ്ഞാന കേരളം. പദ്ധതിയിലൂടെ ആദ്യഘട്ടമെന്ന നിലയ്ക്ക് സംഘടിപ്പിക്കുന്ന വിജ്ഞാൻ ആലപ്പുഴ പദ്ധതിയിൽ ജില്ലയിലെ മുഴുവൻ ജനങ്ങളെയും അണിനിരത്താൻ കഴിയണം. തൊഴിൽ അന്വേഷിക്കുന്ന ജില്ലയിലെ മുഴുവൻ പേരെയും ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയും അവർക്ക് തൊഴിൽ ലഭ്യമാക്കുകയുമാണ് അതിൻ്റെ ലക്ഷ്യം. വെറുമൊരു തൊഴിൽ മേള എന്നതിനപ്പുറം ഏത് തൊഴിലും നേടാൻ നമ്മുടെ തൊഴിൽ അന്വേഷകരെ പ്രാപ്തരാക്കുന്ന വലിയൊരു പദ്ധതിയാണ് ഇതെന്നും ഇതിന് മുന്നിട്ടിറങ്ങിയ ജില്ലാ പഞ്ചായത്തിനെ അഭിനന്ദിക്കുന്നതായും MLA കൂട്ടിച്ചേർത്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു.
ദേശീയ അന്തർദേശീയ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒട്ടേറെ കമ്പനികൾ വിജ്ഞാന ആലപ്പുഴ തൊഴിൽമേളയിൽ ഭാഗവാക്കാകുവാൻ താൽപര്യപൂർവ്വം മുന്നോട്ട് വന്നിട്ടുണ്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. നഗരസഭാ അധ്യക്ഷ കെ ജയമ്മ, സബ് കളക്ടർ സമീർ കിഷൻ എന്നിവർ സംസാരിച്ചു. മെഗാ തൊഴിൽമേളയുടെ വിജയത്തിന് 251 അംഗ ജനറൽ കമ്മിറ്റിയും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു. ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, ജില്ലയിലെ എംപിമാരായ കെ.സി. വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, മുൻ ധനകാര്യമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് എന്നിവരാണ് മുഖ്യ രക്ഷാധികാരികൾ. നാട്ടിലൊരു കൂട്ടായ്മ, വീട്ടിലൊരു പരിചാരകൻ എന്ന സന്ദേശവുമായി കിടപ്പ് രോഗികളെ ചികിത്സിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. നാട്ടിലൊരു കൂട്ടായ്മ, വീട്ടിലൊരു പരിചാരകൻ എന്ന സന്ദേശവുമായി കിടപ്പ് രോഗികളെ ചികിത്സിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സാന്ത്വന പരിചരണ ദിനാചരണം സംഘടിപ്പിച്ചു. ആലപ്പുഴ ബീച്ചിൽ സംഘടിപ്പിച്ച ആഘോഷം വിചാർ വിഭാഗം ചെയർമാൻ നെടുമുടി ഹരികുമാർ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ വളരെ ബുദ്ധിമുട്ട് പിടിച്ച ഒരു കാര്യമാണ്. അത് ജീവിതത്തിൽ ഏറ്റെടുക്കുന്ന ഓരോരുത്തരെ സംബന്ധിച്ചും ഏറ്റവും വലിയ സഹനം, ത്യാഗം അതിന് സന്നദ്ധരായിട്ടുള്ളവർക്ക് മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ്. ആ നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ നേരിടുന്ന പല പ്രശ്നങ്ങളുമുണ്ട്. അതിനെക്കുറിച്ച് ചിന്തിക്കുവാനോ അതിന് പരിഹാരം കാണുവാനോ ഉള്ള ഒരു സംവിധാനം നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്ത് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾ നടത്തുന്നവരുടെ ഫൗണ്ടേഷൻ പ്രസിഡന്റ് പി ജെ മാത്യു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ ആർ പ്രഭാഷ്, സിസ്റ്റർ വർഷിത, എം ഷഫീഖ്, യു എം കബീർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ആശാ മനോ സാന്ത്വന ദീപം തെളിയിച്ചു. ഫൗണ്ടേഷന് ജയമ്മ ജോർജ് ചികിത്സാ ഉപകരണങ്ങൾ നൽകി. സുനിൽ ജോർജ്, ടോമിച്ചൻ ആന്റണി, സേതു രവി, ജമീല ബീവി, സലീം കൂരയിൽ, ബെന്നി ജോസഫ്, വയലാർ ലത്തീഫ്, എ സി മാർട്ടിൻ, മുജീബ് അസീസ്, അനിൽ മാത്യു, ഹസീന അമാൻ, സി സുഭാഷ്, ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. 15 വർഷം മുമ്പ് നടപ്പിലാക്കിയ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. 15 വർഷം മുൻപ് നടപ്പിലാക്കിയ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് പി മണിക്കുട്ടൻ നായർ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് കെ രാജീവൻ, AITUC ജില്ലാ സെക്രട്ടറി DP മധു, വി അനന്തകൃഷ്ണൻ, കെ ശശീന്ദ്രൻ, VS അനിൽകുമാർ, ഹരിഹര ബ്രഹ്മ മോഹൻ, MJ ജേക്കബ് എന്നിവർ സംസാരിച്ചു. ക്ഷാമബത്ത അനുവദിക്കുക, DA പുനഃസ്ഥാപിക്കുക, ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങളും പ്രതിഷേധ ധർണയിൽ ഉന്നയിച്ചു. കയറ്റിയിറക്ക് തൊഴിൽ സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യവുമായി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന പ്രചാരണ ജാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. തൊഴിലും കൂലിയും സംരക്ഷിക്കുക, ചുമട്ട് തൊഴിലാളി നിയമം ഭേദഗതി ചെയ്യുക, കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി ദ്രോഹ നടപടികൾ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തി കേരള സ്റ്റേറ്റ് ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംഘടിപ്പിക്കുന്ന സംസ്ഥാന ജാഥയ്ക്ക് ആലപ്പുഴ ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. CK മണിശങ്കർ ക്യാപ്റ്റനും AM ഇക്ബാൽ വൈസ് ക്യാപ്റ്റനും N സുന്ദരപിള്ള മാനേജറുമായ ജാഥയ്ക്കാണ് ആലപ്പുഴ നഗരചിത്രത്തിൽ സ്വീകരണം നൽകിയത്. വൈകിട്ട് ചേർന്ന സ്വീകരണ സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. നിരന്തരമായ പ്രക്ഷോഭണത്തിലൂടെ, സമരത്തിലൂടെയാണ് തൊഴിൽ അവകാശം നേടിയെടുക്കുവാൻ കഴിഞ്ഞത്. ഇഷ്ടമുള്ളവരെ കൊണ്ട് പണിയെടുപ്പിക്കുവാനും ഇഷ്ടമുള്ള കൂലി കൊടുക്കുവാനും അത് ഏറ്റവും കൂടുതൽ ഏറ്റുമുട്ടൽ നടന്നിട്ടുള്ള നാടാണ് ഈ ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ ഇന്ന് ഏറ്റവും പ്രബലമായ യൂണിയനായി നമ്മുടെ ചുമട്ടുതൊഴിലാളി യൂണിയൻ മാറുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നിരവധിയാകുന്ന ചുമട്ടുതൊഴിലാളികളുണ്ട്. ഞാൻ കുറേ കാലം ഈ യൂണിയൻ്റെ സെക്രട്ടറി എന്നുള്ളതിൽ പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. അവർ പലരും നമ്മളെ വിട്ടുപിരിഞ്ഞു, മറഞ്ഞു, പലരും രോഗബാധിതരായി കിടപ്പിലായി. ഇന്നൊരു പുതിയ തലമുറയാണ്.
ഇന്നത്തെ തലമുറയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് തൊഴിൽ അവകാശമുണ്ട്, ന്യായമായ കൂലിയുണ്ട്. ഇതൊന്നുമില്ലാതിരുന്നൊരു കാലത്തെക്കുറിച്ച് മാത്രമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇന്ന് പുതിയൊരു വെല്ലുവിളി നമ്മുടെ മുന്നിൽ കടന്നു വരികയാണ്. ത്യാഗപൂർണമായ സമരങ്ങളിലൂടെ, പ്രക്ഷോഭങ്ങളിലൂടെ നേടിയെടുത്ത തൊഴിലവകാശം, ആ തൊഴിലവകാശം ഓരോന്നോരോന്നായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലം. സംഘാടക സമിതി ചെയർമാൻ അജയ് സുധീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വി.ടി. രാജേഷ് യോഗത്തിന് സ്വാഗതം പറഞ്ഞു. വി. അശോകൻ, പി. പവനൻ, കെ.ജെ. പ്രവീൺ, നിസാർ കോയപ്പറമ്പിൽ, വി.എസ്. മണി, എസ്. രമേശൻ, വൈ. ഹാരിസ് എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കടലിന്റെ ആവാസ വ്യവസ്ഥ തകിടം മറിക്കുന്ന ഖനനത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ CITU ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ പാസ്പോർട്ട് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. വേമ്പനാട് കായൽ സംരക്ഷണത്തിന്റെ ഭാഗമായി മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുമായി 4 ഭാഷകളിൽ ഇനി ബോധവൽക്കരണ സന്ദേശവും മുന്നറിയിപ്പുകളും നൽകുന്നതിനായി പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം സ്ഥാപിച്ചു. നഗരസഭാധ്യക്ഷ KK ജയമ്മ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വിജ്ഞാന ആലപ്പുഴ പദ്ധതി തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള വലിയ മുന്നേറ്റമാണെന്ന് HS സലാം MLA അഭിപ്രായപ്പെട്ടു. ഫെബ്രുവരി 15 നടക്കുന്ന വിജ്ഞാന ആലപ്പുഴ പദ്ധതിയുടെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു MLA. നാട്ടിലൊരു കൂട്ടായ്മ വീട്ടിലൊരു പരിചാരകൻ എന്ന സന്ദേശവുമായി കിടപ്പ് രോഗികളെ ചികിത്സിക്കുകയും സഹായങ്ങൾ നൽകുകയും ചെയ്യുന്ന ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന പരിചരണ ദിനാചരണ പരിപാടി സംഘടിപ്പിച്ചു. 15 വർഷം മുമ്പ് നടപ്പിലാക്കിയ പെൻഷൻ കാലോചിതമായി പരിഷ്കരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കേരള ബാങ്ക് ആലപ്പുഴ റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. മുൻ മന്ത്രി G. സുധാകരൻ പ്രതിഷേധ ധർണയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കയറ്റിറക്ക് തൊഴിൽ സംരക്ഷിക്കാൻ എന്ന മുദ്രാവാക്യവുമായി ഹെഡ്ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് ഫെഡറേഷൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു വരുന്ന സംസ്ഥാന പ്രചാരണ ജാഥയ്ക്ക് ആലപ്പുഴയിൽ സ്വീകരണം നൽകി. CITU സംസ്ഥാന സെക്രട്ടറി PP ചിത്തരഞ്ജൻ MLA സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.